നമസ്കാരം. എൻ്റെ പേര് Nithin എന്നാണ്. ഞാൻ SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം പോസിറ്റീവ് സൈക്കോളജി എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. ഇപ്പോൾ സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ പലതരത്തിലുള്ള ചിന്തകളാണ് സാധാരണ ആൾക്കാരുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ നമ്മൾ സിനിമയിൽ കണ്ട രംഗങ്ങളായിരിക്കാം, ഹിപ്നോട്ടിസത്തിൻ്റെ രംഗങ്ങളായിരിക്കാം, അങ്ങനെ പലതരത്തിലുള്ള ചിന്തകളാണ്, ശരിയും ശരിയല്ലാത്തതുമായിട്ടുള്ള ചിന്തകളാണ് സൈക്കോളജിയെക്കുറിച്ച് ഭൂരിഭാഗം പൊതുജനങ്ങളുടെ ഇടയിൽ ലോകമെമ്പാടും തന്നെ ഉള്ളത്. അപ്പോൾ സൈക്കോളജിയെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ഒരു പരിധിവരെ സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ സൈക്കോളജി പൊതുവിൽ ആൾക്കാർ കാണുന്നത് ഏതെങ്കിലും മാനസിക രോഗത്തെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില മെത്തേഡുകളും ടെക്നിക്കുകളും അല്ലെങ്കിൽ അത്തരത്തിലായിട്ടാണ് കാണുന്നത്. എന്തെങ്കിലും മാനസിക രോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് പൊതുവിൽ ജനറലി കൂടുതലും ആൾക്കാരും വിലയിരുത്തിപ്പോരുന്നത്. അപ്പോൾ 1998 അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ഈ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അതായത് ഒരു വ്യക്തിയുടെ മാനസിക രോഗങ്ങളെ മാത്രമല്ല, ഓവറോൾ എല്ലാ തലത്തിലും ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ കുറെ കൂടെ പ്രൊഡക്റ്റീവ് ആക്കാൻ, പ്രോപ്പർലി ഫങ്ഷനിങ് ആക്കാൻ, ജീവിതത്തിന്റെ ക്വാളിറ്റിയെ ഉയർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വിവിധ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പോസിറ്റീവ് സൈക്കോളജിയിൽ പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് സൈക്കോളജി വളരെ വ്യാപകമായിട്ട് അഡോളസെന്റ് കൗൺസിലിംഗ്, പ്രീമാരിറ്റൽ കൗൺസിലിംഗ്, ജെറിയാട്രിക് കെയർ, അങ്ങനെ വിവിധങ്ങളായ ലൈഫ് സ്പാനിൽ വിവിധങ്ങളായ ഘട്ടങ്ങളിലെല്ലാം തന്നെ പലതരത്തിൽ പല സ്റ്റേജുകളിലെല്ലാം സൈക്കോളജിയുടെ ഉപയോഗം നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൂടുതലും സഹായിക്കുന്നത് ഒരു പരിധിവരെ ചിലപ്പോൾ പാരന്റിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കുറെ കൂടെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എക്സാം ഫിയർ മാറ്റുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. അത്തരത്തിൽ പല മേഖലകളിലാണ് ഇന്ന് സൈക്കോളജി പോസിറ്റീവായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാരന്റിങ്ങിന്റെ സാഹചര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ പല പാരന്റ്സിനും കുട്ടികളെ എങ്ങനെയാണ് അവർ വളർത്തിക്കൊണ്ട് വരേണ്ടത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കാര്യമായ അവയർനെസ്സും അവർ അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പാരന്റിങ്ങിനെ കുറിച്ച് വ്യക്തമായതാണ് കുട്ടികളുടെ ഡെവലപ്മെന്റ്. ഓരോ സാഹചര്യത്തിൽ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിക്കേണ്ട വിധം, ട്രെയിൻ ചെയ്യിക്കേണ്ട രീതി, അതെല്ലാം തന്നെ ഈ പോസിറ്റീവ് സൈക്കോളജി ഉൾപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഒരു വ്യക്തിയെ അതുപോലെ തന്നെ പേഴ്സണാലിറ്റി, നമ്മൾ സാധാരണ പേഴ്സണാലിറ്റി നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാളെന്നൊക്കെ പറയും. പക്ഷെ സൈക്കോളജിയിൽ നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന പേഴ്സണാലിറ്റി സവിശേഷതകളുണ്ട്, അതായത് ടെമ്പറിമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിയെ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് ക്വസ്റ്റ്യനേഴ്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ആൻസർ ചെയ്യുമ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി ട്രൈറ്റ് എന്താണ് കൂടുതൽ, എന്താണ് കുറവെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഓപ്പൺനെസ് ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് ആണ്. അപ്പോൾ ആ ഓപ്പൺനെസ് ഒരു വ്യക്തി എത്രത്തോളം ഓപ്പൺ ആണ് എന്നുള്ളത്, ഓപ്പൺനെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഓപ്പൺനെസ് നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട് കഴിയും. അതുപോലെ ന്യൂറോട്ടിസിസം എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് ആണ്. അതായത് എത്രത്തോളമാണ് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിന് സെൻസിറ്റീവ് എന്നുള്ളതിനെ വിലയിരുത്തിയിട്ടാണ് ഈ ന്യൂറോട്ടിസിസം നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇപ്പൊ പെയിൻ, അതുപോലെ തന്നെ ആങ്കർ, അതൊക്കെയാണ് നെഗറ്റീവ് ഇമോഷൻസ് വരുന്നത്. അതിനൊക്കെ എത്രത്തോളം സെൻസിറ്റീവ് ആണെന്നുള്ളതാണ് ന്യൂറോട്ടിസിസം. അത് ചിലർക്ക് കൂടിയിരിക്കും, ചിലർക്ക് കുറഞ്ഞിരിക്കും. പിന്നെ നമ്മൾ സാധാരണ കാണുന്നതാണ് എക്സ്ട്രോവർട്ടും എക്സ്ട്രോവർഷൻ എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ടാണ് അത് വിലയിരുത്തുന്നത്. അതുപോലെ കോൺഷ്യന്റിയസ്നെസ്, അതുപോലെ തന്നെ എഗ്രിയബിൾനെസ്, ഇവയൊക്കെയാണ് യഥാർത്ഥത്തിൽ പേഴ്സണാലിറ്റി ട്രൈറ്റുകളായിട്ട് പൊതുവിൽ കാണുന്നത്. അപ്പോൾ ഈ പേഴ്സണാലിറ്റി ട്രൈറ്റുകളെ കുറിച്ച് ഓരോ വ്യക്തികളും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഓരോരുത്തരും ഏത് ടെമ്പറിമെന്റ് ആണ് കൂടിയിരിക്കുന്നത്, കുറഞ്ഞിരിക്കുന്നത്, അത് നമ്മളെ ലോങ് ടൈം ആയിട്ട് നമ്മളെ ലൈഫ് കുറെ കൂടെ ക്രമീകരിക്കുന്നതിനും കുറെ കൂടെ ഫങ്ഷനിങ് ആക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു IQ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്റലിജൻസ് കപ്പാസിറ്റി നമ്മൾ അറിയുന്നത് പോലെ, ഇപ്പൊ നമ്മൾ പരീക്ഷകളൊക്കെ നടത്തി മാത്സിന്, അരിതമെറ്റിക് ഓപ്പറേഷൻസിന് കൂടുതലാണെങ്കിൽ സാധാരണ നമ്മൾ ഇന്റലിജന്റ് കൂടുതലായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ എബോ ആവറേജ് ആയിട്ടൊക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റും.
അത് വിലയിരുത്തി ആ വ്യക്തിയുടെ ഒരു ലോങ് ടേം പ്രൊഡക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷന്റെ എബിലിറ്റിയെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഈ ടെമ്പറിമെന്റ്സുകളും അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ട്രൈറ്റുകൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ക്രമീകരിക്കുവാനും നല്ല റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കാനും നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റേറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ്, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ലൈഫ് നമുക്ക് ഉണ്ടാക്കാനൊക്കെ സാധിക്കും. അപ്പൊ അത്തരത്തിൽ അതുപോലെ തന്നെയാണ് മാരിറ്റൽ കൗൺസിലിംഗ്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗും അതുപോലെ തന്നെ അല്ലാതെയുള്ള മാരിറ്റൽ കോൺഫ്ലിക്റ്റിനുള്ള കൗൺസിലിംഗും അതൊക്കെ തന്നെ നമുക്ക് ഈ പോസിറ്റീവ് സൈക്കോളജിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ കുറെ കൂടെ ഇംപ്രൂവ് ആക്കാൻ, ബെറ്റർ ആക്കാൻ സഹായിക്കും എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടത്. അങ്ങനെ ഈ സൈക്കോളജിയുടെ ഈ പോസിറ്റീവായിട്ടുള്ള നല്ല അംശത്തെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് കുറെ കൂടെ ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾക്കും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.